ശ്രീ കെവിൻ പീറ്റർ, ഈ 2010 തൊടുപുഴ ന്യൂമൻ കോളേജിലെ അധ്യാപകനായ മൂവാറ്റുപുഴ സ്വദേശിയായ ജോസഫ് മാഷിന്റെ കൈ മത തീവ്രവാദികൾ വെട്ടി. ഇങ്ങ് 2023 എത്തി നിൽക്കുമ്പോൾ ക്രൈസ്തവരുടെ തന്നെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ മുസ്തഫ എന്ന മത തീവ്രവാദി കത്തിച്ചിരിക്കുന്നു. ഒരു കൈവെട്ട് കാലത്ത് നിന്ന് ഒരു കത്തിക്കൽ കാലത്തിലേക്ക് നാം എത്തി നിൽക്കുകയാണോ? ഈ കാലയളവിൽ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ക്രൈസ്തവർ പഠിക്കേണ്ട അല്ലെങ്കിൽ പഠിക്കാൻ മറന്നുപോയ പാഠങ്ങൾ എന്തൊക്കെയാണ് ശ്രീ കെവിൻ പീറ്റർ? ശരിക്കും കൈവെട്ട് കാലം കഴിഞ്ഞു, കത്തിക്കൽ കാലം ഒന്നുമില്ല. ഇത് കത്തിക്കലിന്റെയും കൈവെട്ടിന്റെയും കാലം തന്നെയാണ്. ഇന്ത്യയിലെ ഇസ്ലാമിക തീവ്രവാദ നേതൃത്വം ചിന്തിക്കാത്ത, അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് ഇസ്ലാമിക മത തീവ്രവാദം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരം. പ്രത്യേകിച്ച് ഇതര മതസ്ഥരെ, ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ചോളം ഏറ്റവും അപകടകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് 34 വയസ്സായ മുസ്തഫ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തു? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ 3 ദിവസങ്ങളിൽ പലരും ആ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നാണ് മിക്കവരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, മുസ്തഫ ഒരിക്കലും ഇന്നോ ഇന്നലെയോ ഒന്നും ഈ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ആകർഷനായ അല്ലെങ്കിൽ പ്രവർത്തകനായി മാറിയ വ്യക്തി ആയിരുന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് ശരിക്കും അറിയുമ്പോഴത്തേക്ക് അദ്ദേഹം ആദ്യകാലത്ത് PDPയുടെ പ്രവർത്തകനും പിന്നീട് അത് NDF വഴി PF പോപ്പുലർ ഫ്രണ്ടിലേക്ക് എത്തി STPയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ കുറെ കാലങ്ങളായി ക്ലബ് ഹൗസ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുടങ്ങിയ കാലഘട്ടം മുതൽ അതിലെ ഒരു നിറസാന്നിധ്യമാണ്. ഇടയ്ക്കിടെ ഞാനും അവിടെ സന്ദർശിക്കുന്നത് കൊണ്ട് KL14 എന്ന് പറയുന്ന ഈ വ്യക്തിയെ ഞാനും കണ്ടിട്ടുള്ളതാണ്, ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാനും കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇദ്ദേഹമാണ് ആ മുസ്തഫ, ഈ മുസ്തഫയാണെന്ന് അറിയുന്നത് പിന്നീടാണ്. ശ്രീ കെവിൻ പീറ്റർ, അന്നത്തെ ഒരു സംസാരത്തിൽ ഇവര് ചിലരൊക്കെ ലേബൽ ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ ഒരു മനോരോഗിയുടെ ഒരു ജൽപ്പനങ്ങളൊക്കെ പോലെ അങ്ങേക്ക് എന്ന് തോന്നിയിരുന്നു ഈ ക്ലബ് ഹൗസിൽ ഈ മത തീവ്രവാദി വരുന്ന ആ ഒരു കാലഘട്ടത്തിലൊക്കെ? ഒരിക്കലുമില്ല. ഇദ്ദേഹം പ്രധാനമായും വളരെ സൗമ്യനായി സംസാരിച്ചു തുടങ്ങുക. ഇദ്ദേഹത്തെ എത്ര പ്രകോപിപ്പിച്ചാലും ഇദ്ദേഹം സൗമ്യനായി സംസാരിക്കൂ. പക്ഷെ പറയുന്നതെല്ലാം തന്നെ IS-നെയും ലഷ്കർ-ഇ തോയ്ബയെയും താലിബാനെയും പോപ്പുലർ ഫ്രണ്ടിനെയും എല്ലാം ന്യായീകരിക്കുക, ഇതര മതങ്ങളെ, നമ്മുടെ കേന്ദ്ര സർക്കാരിനെ ഒക്കെ വിമർശിക്കുക, അവഹേളിക്കുക, ഇതൊക്കെ തന്നെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് നമുക്ക് ഏതൊരാൾക്കും, സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാര്യം കഴിഞ്ഞ 26-ാം തീയതി ഈ ബൈബിൾ കത്തിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ അച്ഛൻ കുഞ്ഞ് എന്ന് പറയുന്ന ഒരു അപ്പോളജിസ്റ്റ് ലവ് ജിഹാദ് വിഷയത്തിൽ നടത്തിയ ഒരു ചർച്ചയിൽ ഇദ്ദേഹം കടന്നു വരികയും കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഈ പുൽക്കൂട് തകർത്ത അല്ലെങ്കിൽ അത് നശിപ്പിച്ച സംഭവത്തിന് ശേഷം അന്നാണ് അദ്ദേഹം അവിടെ ആ ഒരു റൂമിൽ എത്തിയപ്പോൾ അവർ ഇദ്ദേഹത്തിന്റെ മനോരോഗത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ ഷക്കീന ടെലിവിഷൻ ടെലികാസ്റ്റ് ചെയ്തിരുന്നതാണല്ലോ. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോ ഇദ്ദേഹത്തിന് യാതൊരുവിധ ഇതുമില്ല. ഇദ്ദേഹത്തിന് ഇമെയിൽ ID ഉണ്ട്. ഇദ്ദേഹം അത് വളരെ വ്യക്തമായി മൊബൈൽ ഫോൺ വഴി റെക്കോർഡ് ചെയ്തിട്ട് അത് ഇൻഷോട്ട് എന്ന് പറയുന്ന ആൻഡ്രോയിഡ് ആപ്പ് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്താണ് അദ്ദേഹം അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇതിക്ക് മുമ്പും വേറെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, തന്നെ ആ പുൽക്കൂട് നശിപ്പിച്ച സംഭവത്തിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ടാണ് പോലീസുകാരോ അങ്ങനെ പറഞ്ഞത്, നാട്ടുകാരങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ ആൾക്കാരുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഒരു പ്രത്യേക ഘട്ടത്തിലൂടെയാണ് ഇവിടുത്തെ തീവ്രവാദം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും നാളും ഈ മുസ്തഫ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനായിരുന്ന ഈ മുസ്തഫയെ നിയന്ത്രിക്കാൻ നേതാക്കൾ ഉണ്ടായിരുന്നു, നിർദ്ദേശങ്ങൾ കൊടുക്കാൻ, ഇയാൾക്ക് തെറ്റുകൾ പറ്റിയാൽ ആ പിഴവ് തിരുത്തുവാൻ, ഇദ്ദേഹത്തെ കൺട്രോൾ ചെയ്ത് നിർത്തുവാൻ ഒക്കെ നേതാക്കൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കേന്ദ്രീകൃത നേതൃത്വത്തിന് താഴെ പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് ഇദ്ദേഹം ഇന്നുവരെ ഇത്തരത്തിലൊരു പ്രവർത്തനം കാഴ്ചവെച്ചില്ല. ഇദ്ദേഹം ഒരിക്കൽ പോലും ഇദ്ദേഹത്തെ ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തണമെന്ന് തോന്നിയില്ല. അവിടെയാണ് അപകടം. ഇന്ന് നേതാക്കൾ ആരും തന്നെ ഇല്ല. 1-ാം നിര നേതാക്കളോ 2-ാം നിര നേതാക്കളോ ഇല്ല. ഉള്ളവർ തന്നെ മാളത്തിൽ ഒളിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവരെല്ലാം ഇപ്പോൾ അനാഥരാണ്. ഈ മുസ്തഫമാർ ഇവിടെ അനാഥരാണ്. അവരെ കൺട്രോൾ ചെയ്യാനോ അവരെ നിയന്ത്രിക്കാനോ അവരെ നിയന്ത്രിച്ച് നിർത്താനോ അല്ലെങ്കിൽ അവർക്ക് ഓർഡറുകൾ കൊടുക്കാനോ ഒരു നേതൃത്വം തന്നെയില്ല. അപ്പോൾ സ്വന്തം മത തീവ്രവാദം കുത്തിനിറച്ച തലച്ചോറിൽ സ്വയം ഉരുത്തിരിയുന്ന ചിന്തകളിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തികളോ അല്ല എങ്കിൽ പ്രാദേശികമായി ഇപ്പോൾ നമ്മൾക്ക് കാണാം, മുമ്പ് പാലസ്തീനിൽ ഹമാസും ഇസ്രായേൽ ഗവൺമെന്റുമായിട്ട് അല്ലെങ്കിൽ റിലേഷൻ ഓർഗനൈസ്
തമ്മിൽ സമാധാന കരാർ ഒപ്പുവെച്ച് അതിന്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് ഗാസയിൽ നിന്നും ഇസ്രായേലിലേക്ക് റോക്കറ്റ് വിടും. അപ്പൊ അതെന്ന് പറയുന്നത് ചെറുകൂട്ടം ആൾക്കാരാണ്, ആയുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ചെറുകൂട്ടം ആൾക്കാരാണ്. അവർക്ക് ഒരു നിയന്ത്രണം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഇതിൽ ഇഷ്ടപ്പെടാതെ വരുമ്പോൾ അവരെടുത്ത് പ്രയോഗിക്കും. അവിടെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഇതുപോലെ തന്നെ ഇവരുടെ സ്വപ്നം തകർന്നു കഴിഞ്ഞു. ഇവർക്ക് ഇവിടെ ഒരിക്കലും ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ സാധിക്കുമെന്ന് ഇവർക്ക് ഇനി പ്രതീക്ഷയില്ല. ഈ പണ്ടത്തെ പോലെയുള്ള പേപ്പറിൽ ഒതുങ്ങുന്ന നിരോധനമല്ല ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. പണ്ട് നേതാക്കൾ ഇവിടെയും അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ ഇവിടെ തന്നെയും ഉള്ളപ്പോൾ ഒരു പേര് നിരോധിച്ചാൽ മറ്റൊരു പേരിൽ അവർ രജിസ്ട്രേഷൻ ചെയ്ത് വീണ്ടും പ്രവർത്തനം തുടങ്ങും. ഇപ്പോൾ അതുപോലെയല്ല. അവരുടെ സാമ്പത്തിക സ്രോതസ് അടച്ചു കഴിഞ്ഞു. അവരുടെ ബുദ്ധി കേന്ദ്രങ്ങളെ, തലച്ചോറുകളെ, നേതാക്കളെ എല്ലാം അകത്തിട്ട് കഴിഞ്ഞു. ഇനി ഒരിക്കലും അവർക്കൊരു പുനർജന്മം ഉണ്ടാവുമെന്ന് ഇവർക്ക് പ്രതീക്ഷയില്ല. അവിടെയാണ് ഇവർ അപകടകാരികളായി മാറുന്നത്. ഇവർ ഇപ്പോൾ ഈ മുസ്തഫയ്ക്ക് പിന്നിൽ ആളുകൾ ഉണ്ടെങ്കിൽ അവർ 3-4 പേരായിരിക്കും. ആ 4-5 പേർ ചേർന്നിരുന്ന് എടുത്ത ഒരു തീരുമാനമായിരിക്കാം ചാവേറിനെ പോലെ മുസ്തഫയെ അതിനു വേണ്ടിയിട്ട് ഒരു മനോരോഗിയുടെ വേഷം കെട്ടിച്ചു വിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു മുസ്തഫയാണ് ഫാദർ ജാക്യൂസ് ഹാമിൽ എന്ന് പറയുന്ന 85 വയസ്സുള്ള വൈദികൻ അൾത്താരയിൽ തിരുവോസ്തി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അൾത്താരയിൽ ഓടിക്കേറുകയും അദ്ദേഹത്തിന്റെ തല പിടിച്ച് പുറത്തോട്ട് ആക്കിയിട്ട് പെടലി മുറിക്കുകയും ചെയ്തത്. അവിടെയും ചെയ്തത് ഇതുപോലൊരു മുസ്തഫയായിരുന്നു. സാമുവൽ പാറ്റി എന്ന് പറയുന്ന ആ അധ്യാപകനെ കഴുത്തറുത്ത് കൊന്നതും ഇതുപോലൊരു മുസ്തഫയായിരുന്നു. അവിടെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലോകത്ത് ഒത്തിരി വിപ്ലവ പ്രസ്ഥാനങ്ങളുണ്ട്, ലിബറേഷൻ ഓർഗനൈസേഷനുകളുണ്ട്. ഒരു കാലത്ത് അതിനെ എല്ലാം നിയന്ത്രിച്ചിരുന്ന ഒരു തത്വശാസ്ത്രം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരുന്നു. ഇന്ന് അതില്ല. ഇന്നത് കാലഹരണപ്പെട്ടുപോയി. എന്നാൽ ഇന്നും പല സ്ഥലത്തും പല വിഘടനവാദ സംഘടനകളും ഇതുപോലുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളുമുണ്ട്. അതിന്റെയൊക്കെ ലക്ഷ്യം അവരുടെ ഒരു രാജ്യം സ്ഥാപിക്കുക, അല്ലെങ്കിൽ അവരുടേതായ ഒരു പ്രവിശ്യ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരുടേതായ ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും ഐഡിയോളജി എന്ന് പറയുന്നത് ഡിഫറന്റ് ആണ്. അപ്പൊ ഈ ഐഡിയോളജി പിന്തുടർന്ന ആ ആശയക്കാരനായ ആ ഒരു അംഗത്തിന്റെ പരമാവധി സ്വപ്നം എന്ന് പറയുന്നത് അവന് അത്ര കണ്ട് അവൻ ആ സംഘടനയോട് ആത്മാർത്ഥതയുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ അവന്റെ വലിയ സ്വപ്നം എന്ന് പറയുന്നത് അവൻ ആവശ്യപ്പെടുന്ന, അവന്റെ സംഘടന ആവശ്യപ്പെടുന്ന ആ ഒരു സ്ഥലം ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച് കാണുക, അതാണ് അവന്റെ സ്വപ്നം. അല്ല എങ്കിൽ അവരുടെ പ്രദേശത്തിന് സ്വയംഭരണം കിട്ടുക, അതാണ് അവന്റെ സ്വപ്നം. അല്ലെങ്കിൽ അവരുടെ സംഘടനയെ ഗവൺമെന്റ് അംഗീകരിച്ചു, ഭരണത്തിൽ അവർക്ക് പങ്കാളിത്തം ഉണ്ടായി, അവരെ മന്ത്രിമാരായി മാറി, അതാണ് അവരുടെ സ്വപ്നം. അതും കഴിഞ്ഞ് അവർക്ക് വേറൊരു സ്വപ്നമില്ല. ഇവിടെ അതാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. ലോകത്തെല്ലായിടത്തുമുള്ള ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഐഡിയോളജി ഒന്നാണ്, അതാണ് അപകടം. ആ ഐഡിയോളജിക്ക് ഒരു പ്രത്യേകതയുണ്ട്, മരണാനന്തര ജീവിതം. ഒരു ഭരണകൂടം സ്ഥാപിക്കുകയോ ഒരു പ്രവിശ്യക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കുകയോ ഒരു രാജ്യം സ്ഥാപിക്കുകയോ അല്ല, മരണാനന്തര ജീവിതം. നീ ഷഹീദായി, നീ ജിഹാദ് നടത്തി, നീ ഷഹീദായി മുകളിൽ ചെന്നാൽ നിനക്കൊരു ജീവിതം അവിടെയുണ്ട്. ഇവിടെ ഉള്ളയിലും വളരെ സുഖസമ്പൂർണമായ ഒരു ജീവിതം. തൂങ്ങാത്ത സ്ഥലമുള്ള, വിയർപ്പില്ലാത്ത സമപ്രായക്കാരികളായ സ്ത്രീകൾ, തുടുത്ത സ്ഥലമുള്ള സ്ത്രീകൾ, പളുങ്കുപോലത്തെ ബാലന്മാർ, മദ്യപ്പുഴ, ഇതൊക്കെയുള്ള ഒരു സ്വർഗം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അവിടെയാണ് ആ ഐഡിയോളജി. സാമുവൽ പാറ്റിയെ കൊന്ന ഐഡിയോളജി, ജാക്കിൻ ഹാമിൽ എന്ന വൈദികനെ കൊന്ന ഐഡിയോളജി തന്നെയാണ് ഈ പറയുന്ന മുസ്തഫയുടെ ഐഡിയോളജി. അപ്പോൾ ഇവിടെ 2047 ഇസ്ലാമിക രാജ്യം ഖിലാഫത്ത് സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യം ഇവർക്ക് തകർന്നു കഴിഞ്ഞു. ഇനി ഇവരെ നിയന്ത്രിക്കാൻ ആരുമില്ല. ഇനി ഇവരുടെ മുന്നിലുള്ള ലക്ഷ്യം സ്വർഗമാണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? കാഫിറുകളെ കൊന്ന് ഷഹീദാകുക, അതാണ് ഇവർക്ക് മുന്നിലുള്ള ലക്ഷ്യം. ആ ലക്ഷ്യത്തെയാണ്, ഇത്തരം ആൾക്കാരെയാണ് ഏറ്റവും ഭയപ്പെടേണ്ടത്. ഇനി വരും ദിവസങ്ങളിൽ ഏറ്റവും കേരളം ഭയപ്പെടുന്നത് ഇത്തരത്തിലുള്ള മുസ്തഫമാരെ ആയിരിക്കും. കാര്യം ഇവരെ നിയന്ത്രിക്കാൻ ആരുമില്ല. ഉള്ളിൽ പോയി ഇരിക്കുന്നവരെല്ലാം ട്രെയിൻഡ് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ നാളെ ചാവേറായി മാറാവുന്ന, മനുഷ്യ ബോംബായി മാറാവുന്ന, അല്ലെങ്കിൽ നിരപരാധികളെ കൊന്നെടുക്കുന്ന ആ ഒരു ക്രൂര മനസ്സിന് ഉടമയായ ആളുകളല്ല അകത്തു പോയിരിക്കുന്നത്. അവരെല്ലാം ആ മുസ്തഫമാരാണ്. ആ മുസ്തഫമാർ നമ്മൾക്കിടയിൽ ഓരോ ജില്ലകളിലും ഓരോ പഞ്ചായത്തുകളിലും ഉണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട്. അവരാണ് അപകടകാരികൾ. ഇവരിവിടെ കരുതി വെച്ച, ഇവരിവിടെ കൊണ്ടുവന്ന് പൂഴ്ത്തി വെച്ചിരിക്കുന്ന ആയുധങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. ഇനി ഒരു സമയത്ത് അത് കണ്ടെടുക്കുന്നത് വരെ അത് ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഏറ്റവും അപകടം എന്ന് പറയുന്നത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കാലമല്ല, പുൽക്കൂട് നശിപ്പിച്ച കാലമാണ്, ബൈബിൾ കത്തിച്ച കാലമാണ് ഏറ്റവും വലിയ അപകടകരം.
കാരണം ഇവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇവരുടെ ഇതുപോലുള്ള ഓരോ സ്ഥലത്തെ മുസ്തഫമാരുടെ സ്വന്തം തലച്ചോറിൽ ഉരുത്തിരിയുന്ന അവരുടെ തീരുമാനം, ഇനി നാളെ വേണമെങ്കിൽ മുസ്തഫ പുറത്തിറങ്ങിയാൽ ഇവരെ എല്ലാവരും ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു, എനിക്കിനി ഒരു ജോലി കിട്ടില്ല, എനിക്കിനി ഒരു സർക്കാർ ജോലി കിട്ടില്ല, എനിക്കിനി ഒരു സ്ഥലത്ത് സഞ്ചരിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാകുമ്പോൾ മുസ്തഫയുടെ മുന്നിലുള്ള ലക്ഷ്യം ഷഹീദാവുക എന്നുള്ളതായിരിക്കും. അതിനെന്ത് ചെയ്യണം? ജിഹാദ് ചെയ്യണം. ജിഹാദ് ചെയ്താൽ മാത്രമേ അവിടെ ഷഹീദാകാൻ സാധിക്കൂ. ഈ പറയുന്നതെല്ലാം അവിടെ മേളിൽ കിട്ടണമെങ്കിൽ. അപ്പോൾ ഇവരുടെ മുന്നിലുള്ള ഇതുപോലുള്ള ഈ കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലുമുള്ള ഇതുപോലുള്ള മുസ്തഫമാരുടെ ലക്ഷ്യം ഷഹീദാകുക എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്.